ഒരിക്കലും എനിക്കറിയാം മനാഫെ. ഞാൻ ആ മനാഫിന്റെ കൂടെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ മഴയത്തൊക്കെ നമ്മൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ഞാൻ മനാഫിൻ്റെ അടുത്ത് വരുമ്പോഴും മനാഫിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മനാഫ് നിൽക്കുമ്പോഴും നമ്മൾ ഓർമ്മിക്കുന്നുണ്ടോ പാസിന് വേണ്ടിയൊക്കെ നമ്മളവിടെ ഒരുമിച്ച് ശ്രമിക്കുന്ന ഘട്ടത്തിലുമൊക്കെ മനാഫ് ശരിക്കും നിസ്സഹായമായി പോകുന്ന സമയത്തുണ്ട്. ഭാഷ പലപ്പോഴും അറിയുന്നില്ല. ഈ ലോക്കൽ പോലീസുകാരോട് തർക്കിക്കുന്ന മനാഫിനെയൊക്കെ കാണുമ്പം ഞാനിങ്ങനെ ദൂരെ നോക്കും. ഈ മനാഫ് അവിടെ ഒരു ആക്ടിവിസ്റ്റായിട്ട് അങ്ങ് മാറുകയായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ ചാനലുകാരൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, മറ്റേ ഈ കർണാടകയിലെ ചാനലൊക്കെ, ഈ ചങ്ങാതി ആരാ, പുള്ളിയുടെ റിലേറ്റീവ് ആണോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അങ്ങനല്ല, പുള്ളി ഈ ലോറിയുടെ ഓണറാണ്. അപ്പോൾ ലോറി കിട്ടാൻ വേണ്ടി ആയിരിക്കുമല്ലേ മനാഫ് ഈ ബഹളമൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളൊക്കെ അവിടെ ആൾക്കാർ പറഞ്ഞു ലോറിയൊന്നും പുള്ളിക്ക് ആവശ്യമില്ല, അതൊക്കെ പുള്ളിക്ക് ഇൻഷുറൻസുകാർ കൊടുത്തോളും, അത് ഇവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണെന്നൊക്കെ അന്ന് നമ്മൾ ലോക്കൽ ചാനലുകളിലൂടെ അന്നൊക്കെ പറഞ്ഞു. ഇപ്പം സാറിന് ഞാൻ ഈ റിപ്പോർട്ടർ TV കൂടി ഒരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എൻ്റെ കൂടെ നിന്ന ആളുകൾ എന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിച്ചു പോയിക്കുന്നു. ഈ പറ്റിച്ചു പോയ ആളുകൾക്കൊക്കെ അറിയാം, ഞാൻ ഓരോ പേര് പറയാതെ തന്നെ ഓരോ മനസ്സിലേക്ക് പോകും. ഈ ഒരു രംഗം എന്നെ പറ്റിച്ച് പോയിട്ട് എത്രയോ സംഭവമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നത് അത് 100% എഫേർട്ട്, ആത്മാർത്ഥത്തോട് കൂടിയിട്ട്, ഹാർഡ് വർക്കോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെത്. എന്തൊക്കെ നഷ്ടപ്പെട്ടിരിക്കണം എനിക്ക്, പക്ഷെ നഷ്ടങ്ങൾ എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാകെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നത്, ആ ഭക്ഷണം കഴിക്കാൻ അന്നൊന്നും എനിക്ക് ഉണ്ടോയെന്ന് മാത്രമേ ഞാൻ അത് ചിന്തിക്കുന്നുള്ളൂ. അതുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ കൂടുതൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും വേണ്ട. ഞാൻ ഇനിയും നാളെ ഇതിൻ്റെ ഇപ്പോൾ സാറിപ്പോൾ ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈശ്വർമൽപ്പേ വരുന്നുണ്ട്. നമ്മൾ ജഗന്നാഥൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ജഗന്നാഥനെ തിരയാൻ വേണ്ടി ഇറങ്ങാണ്. ലോകേഷിനെയും ജഗന്നാഥിനെയും തിരയാൻ വേണ്ടിയിട്ട് നമ്മളെ കമ്മിറ്റ്മെന്റ് അല്ലേ ഒക്കെ. ഞാൻ എന്തായാലും അതൊന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടേ തിരിച്ചു പോരുള്ളൂ. അത് ഇന്ന് തന്നെ കൈയാണെങ്കിൽ ഇന്ന് തന്നെ കൈയാണെങ്കിൽ നമ്മൾ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ജഗന്നാഥൻ്റെ വീട്ടിൽ ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയതാണ്. ഒരു ചെറിയ ആലപ്പുരമായിട്ട് പശുവിനൊക്കെ കെട്ടുന്ന ആലപ്പുരൻ്റെ സമമാണ് ജഗന്നാഥൻ്റെ വീട്. ആ വീട്ടിൽ അടുക്കളയിലേക്ക് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ദിവസങ്ങളായി. അയൽവക്കത്തു നിന്ന് ആരെങ്കിലും എന്താ പറയുക ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിച്ച്, അങ്ങനെയുള്ള ഒരു 4 സ്ത്രീകളാണുള്ളത്. അതിൽ 3 ജഗന്നാഥൻ്റെ മക്കളും ജഗന്നാഥൻ്റെ ഭാര്യ അടക്കം 4 സ്ത്രീകൾ ജീവിക്കുന്ന ഒരു വീടാണ്. ആരുമില്ല. അപ്പം ഞാൻ കർണാടക ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്നലെ പരമാവധി ഞാൻ കന്നഡ ചാനലിൽ അതിന് ചർച്ച ചെയ്തിരുന്നത് പല കാര്യങ്ങളും. അതായത് നമ്മൾ പോകുന്നതോട് കൂടിയിട്ട് ആ തെരച്ചിൽ നിന്ന് പോകരുത്, അവരെ തിരയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകണം. അതേമാതിരി തന്നെ ഞാൻ ശക്തമായി ഇതിൻ്റെ പിന്നിൽ, അർജുൻ്റെ പിന്നിൽ എത്ര നിന്നിക്കണോ അതേമാതിരി ഞാൻ ജഗന്നാഥിൻ്റെയും ലോകേഷിൻ്റെ ഫാമിലിക്കും കൂടി നിന്നിട്ടുണ്ട്. ശരിയാണ്. അതിൻ്റെ ഫലമായിട്ട് ജഗന്നാഥൻ്റെ ഫാമിലിൻ്റെ ഇത് 2 മക്കൾക്ക് നമ്മളെ ഈ ഇടപെടൽ കാരണം ഗവൺമെന്റിൽ താൽക്കാലിക ജോലി കിട്ടി. അതൊരു വലിയൊരു കിട്ടലാണ്. തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ ചെയ്തു കൊടുക്കാൻ ഇനി കഴിയും. അർജുനെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ അന്ന് അഞ്ജുവിൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒക്കെ പറഞ്ഞത് മനുഷ്യസാധ്യമായതെല്ലാം നമുക്ക് ചെയ്യാം. ഇപ്പോൾ കൃഷ്ണയ്ക്ക് ജോലി കിട്ടി, അത് ആ കുടുംബത്തിനൊരു ആശ്വാസമാണ്. അയാൻ ഒരിക്കലും ഇനി മനാഫിനോട് വന്ന് അങ്ങനൊരു ചോദ്യം ചോദിക്കില്ല. മനാഫിനോട് അയാൻ വളർന്നു വരുമ്പോൾ മനാഫിക്ക എന്ന് വിളിച്ചുകൊണ്ടായിരിക്കുമല്ലോ അയാൻ വരിക. തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യം. ഇനി എന്തായാലും ചെറിയ സാമ്പത്തിക സഹായം കൊണ്ടിരിക്കുന്നു. തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടുമ്പോൾ ചെറുതല്ലാത്തൊരു സംഖ്യ അവന് വേണ്ടി കിട്ടും. അതൊക്കെ മനാഫ് ചെയ്തു കൊടുത്തതിൽ വലിയ അർത്ഥത്തിൽ മനാഫിനോട് കേരളം ആകെ കടപ്പെട്ടിട്ടുണ്ട് മനാഫ്. അപ്പോൾ മനാഫ് ഇനിയൊന്നും മനസ്സിൽ വെക്കേണ്ട, ഇതൊക്കെ വന്നെങ്കിൽ ഒരു കാലം വരും. എത്രമാത്രം ആലോചിക്കുക മനാഫ്. ആ ബന്ധം നമുക്കെല്ലാം മാതൃകയാണ് കേട്ടോ മനാഫ്. താങ്ക് യു മനാഫ്. ഞാനും എനിക്ക് കുറച്ച് സമയം മനാഫുമായിട്ട് ഇടപെടാൻ സമയം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് മനാഫിലുള്ളൊരു നാടൻ മനുഷ്യനെയാണ് ഞാൻ പലപ്പോഴും കണ്ടത്. താങ്ക് യു മനാഫ്.